കണ്ണിൻ്റെ കാഴ്ചശക്തി കുറയുക എന്നതിന് കാരണങ്ങൾ പലതാണ്. ഇന്ന് നമ്മൾ ഇവിടെ പരിചയപ്പെടുത്തുന്നത് ഒരു ഒറ്റ മാസം തുടർച്ചയായി ഉപയോഗിച്ചാൽ കണ്ണിൻ്റെ കാഴ്ചശക്തി വർദ്ധിപ്പിക്കുകയും കണ്ണിനെ ബാധിക്കാൻ സാധ്യതയുള്ള രോഗങ്ങളെ തടയുകയും ചെയ്യുന്ന ഒരു അടിപൊളി ജ്യൂസ് ആണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് തയ്യാറാക്കി ഉപയോഗിക്കുക എന്ന് നോക്കാം. അതിനു മുമ്പ് ചെറിയ ഒരു കാര്യം, നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾ താഴെ ചുവന്ന നിറത്തിൽ ഒരു സബ്സ്ക്രൈബ് എന്നെഴുതിയ ബട്ടൺ കാണുന്നുണ്ടാവും. അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തൊട്ടപ്പുറത്ത് നിങ്ങൾക്ക് ഒരു ബെൽ ബട്ടൺ കൂടെ കാണാം, അതിലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഇത്രയും ചെയ്താൽ ഞങ്ങൾ പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ മൊബൈൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതും ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതും ആയിരിക്കും. ഇന്ന് നമുക്ക് നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയുള്ള സമ്മാനമുണ്ട്. ഈ സമ്മാനം എന്ത് എന്നും എങ്ങനെ നേടാം എന്നും അറിയുവാൻ വീഡിയോ അവസാനം വരെയും കാണുക. ഈ ജ്യൂസ് തയ്യാറാക്കുന്നതിനായി നമുക്ക് ആദ്യമേ തന്നെ വേണ്ടത് കറ്റാർ വാഴയുടെ ജെൽ ആണ്. ഫ്രഷ് കറ്റാർ വാഴയുടെ ജെൽ തന്നെ വേണം. അപ്പോൾ അതിനായി ആദ്യമേ തന്നെ ഒരു കറ്റാർ വാഴയുടെ തണ്ട് എടുക്കുക. ശേഷം അത് ചെറുതായി മുറിച്ച് അതിന് സൈഡിൽ ഉള്ള മുള്ള് കളഞ്ഞതിന് ശേഷം ഉള്ളിൽ ഉള്ള ജെൽ എടുക്കുക. ജെൽ നിങ്ങൾക്ക് എളുപ്പം എന്ന് തോന്നുന്ന ഏത് രീതിയിൽ വേണമെങ്കിലും എടുക്കാം. 25 ml മുതൽ 30 ml വരെ ജെൽ ഇങ്ങനെ ഒരു പാത്രത്തിൽ വേർതിരിച്ചെടുക്കുക. ശേഷം ഇതിലേക്ക് 5 വാൾനട്ട്, 1/2 മുറി നാരങ്ങയുടെ നീര്, 2 സ്പൂൺ തേൻ എന്നിവ ചേർത്ത് മിക്സിയിൽ ഇട്ട് നന്നായി ജ്യൂസ് ആയി അടിച്ചെടുക്കുക. ഈ ജ്യൂസ് ഒരു മാസം ദിവസവും രാവിലെ ഭക്ഷണം കഴിക്കുന്നതിന് അരമണിക്കൂർ മുമ്പ് ഒരു മാസത്തേക്ക് കുടിക്കുക. ഈ ജ്യൂസിൽ വളരെ ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻസും അതുപോലെ തന്നെ വൈറ്റമിൻസും അടങ്ങിയിട്ടുണ്ട്. ഇത് വൈറ്റ് ബ്ലഡ് സെൽ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നതിന് സഹായിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് കണ്ണിന് ചുറ്റുമുള്ള മെംബ്രെയിൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നു. കണ്ണിൻ്റെ ഒപ്റ്റിക് നാഡിയെ സ്വാധീനിച്ചാണ് ഈ ജ്യൂസ് കാഴ്ചശക്തി വർദ്ധിപ്പിക്കുന്നത്. ഇതിനു പുറമെ ഒപ്റ്റിക് സിസ്റ്റത്തിലെ ആരോഗ്യകരമായ കോശവളർച്ചയ്ക്കും ഇത് സഹായിക്കും. ഒപ്പം ഈ ജ്യൂസ് കുടിക്കുന്നത് വണ്ണം കുറയുന്നതിനും അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ നിയന്ത്രിക്കുന്നതിനും ശരീരത്തിലെ ടോക്സിൻസ് വാഷ് ഔട്ട് ചെയ്യുന്നതിനും സഹായിക്കും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ഗീവ് എവേയിലേക്ക് കടക്കാം. കഴിഞ്ഞ ദിവസത്തെ ഗീവ് എവേയിൽ വിജയിയായ ആളുടെ കമന്റ് നമ്മൾ ആ വീഡിയോയിൽ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ വ്യക്തി വരുന്ന 48 മണിക്കൂറിനുള്ളിൽ നമ്മളുമായിട്ട് ആ വീഡിയോയുടെ താഴെ കൊടുത്തിരിക്കുന്ന ഇമെയിൽ ഐഡിയിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് ആ സമ്മാനം കൊടുക്കുന്നത് ആയിരിക്കും. ഇന്ന് നമ്മുടെ ഈ ഗിവ് എവേയിൽ പങ്കെടുത്ത് വിജയിയാകുന്നയാൾക്ക് 200 രൂപയുടെ മൊബൈൽ റീചാർജ് ആണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ഈ ഗിവ് എവേയിൽ പങ്കെടുക്കുന്നതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഈ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ മുഴുവനായും കാണുക. കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന ലൈക്ക് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ചെയ്യുക. അഥവാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ തൊട്ടപ്പുറത്ത് കാണുന്ന ഡിസ്ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിസ്ലൈക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ഒരു കമന്റ് താഴെ കമന്റായി രേഖപ്പെടുത്തുക. കമന്റ് രേഖപ്പെടുത്തുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, സഭ്യമല്ലാത്തതും രാഷ്ട്രീയമായതുമായ കമന്റുകൾ രേഖപ്പെടുത്തരുത്. ഈ കമന്റുകൾക്ക് നമ്മൾ സമ്മാനം നൽകുന്നതല്ല. വരുന്ന 48 മണിക്കൂറിൽ നമ്മളുടെ വീഡിയോയിൽ കമന്റ് ചെയ്യുന്നവരിൽ നിന്നും ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന കമന്റ് ഏതാണോ ആ കമന്റ് ഇട്ടയാളാകും വിജയ്. വിജയ് ആകുന്ന ആളുടെ കമന്റ് കൃത്യം 48 മണിക്കൂർ ആകുമ്പോൾ നമ്മൾ നമ്മുടെ വീഡിയോയിൽ പിൻ ചെയ്ത് വെക്കുന്നതും ആ വ്യക്തി പിന്നീടുള്ള 48 മണിക്കൂറിനുള്ളിൽ നമ്മളുമായിട്ട് കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ഉടൻ തന്നെ അദ്ദേഹത്തിന് നമ്മൾ വാഗ്ദാനം ചെയ്ത സമ്മാനം കൊടുക്കുന്നതുമായിരിക്കും. അഥവാ 48 മണിക്കൂറിനുള്ളിൽ നമ്മളുമായിട്ട് ബന്ധപ്പെടാത്ത പക്ഷം ആ സമ്മാനം ക്യാൻസൽ ആവുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും മറക്കാതെ കമന്റ് ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തു എന്ന് ഉറപ്പുവരുത്തുക. മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.